അങ്ങനെ ആദർശ് നയനയ്ക്ക് സാരിയുമായിട്ട് നന്ദാവനത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് പറയാണ് ഈ സാരി ഒന്ന് ഉടുത്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നയനോട് പറയുമ്പം നയന ആ സാരിയൊക്കെ ഉടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ആദർശ് പറയാണ് എന്തായാലും നയന നിനക്ക് നല്ലതായിട്ട് ചേരുന്നുണ്ട് ഈ ഡ്രസ്സെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന പറയാണ് ആണോ ആദർശേട്ടാ, എന്തായാലും ചെറിയമ്മയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമുണ്ട്, എനിക്ക് ഓർക്കുമ്പോൾ വളരെ സങ്കടമാകുന്നുണ്ട് എന്ന് നയനെ പറയാണ്. നീ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട, അതിനൊക്കെ ഞാൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ടല്ലോ, നീ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. നീ നിൻ്റെ കാര്യം നോക്കി ജീവിക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തിരിച്ച് മറുപടി പറയാനുള്ള മര്യാദ എങ്കിലും കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നവ്യേച്ചിനെ കണ്ടില്ലേ, ഇപ്പം നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും നവ്യ അടങ്ങിയിരിക്കാറില്ല, നവ്യ ശരിക്കും തിരിച്ച് പറയാറുണ്ട്, നിനക്കതുപോലെ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് നയനയോട്. നയന പറയാണ് ചെറിയമ്മ ആദ്യമൊക്കെ ചെന്നപ്പോൾ സമയത്ത് എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടും കെയർ ചെയ്തിട്ടുമുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് നോക്കി എനിക്ക് അങ്ങനെയൊന്നും പറയാൻ സാധിക്കുന്നില്ല ആദർശേട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്തുള്ള എങ്ങനെ നിൽക്കുന്നോ അതുപോലെ നിന്നാൽ മതി എന്ന് പറയാണ് ആദർശ്. ചെറിയമ്മ ഇങ്ങനെ ആയിപ്പോയത് എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല, എത്ര പെടുന്ന ചെറിയമ്മയ്ക്ക് മാറ്റം ഉണ്ടായെന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശ്. അങ്ങനെ നയനയോട് ചോദിക്കുകയാണ് എന്തായാലും നിൻ്റെ മുറി അന്ന് എനിക്ക് കാണാൻ പോലും പറ്റില്ല, അന്നൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും നവ്യെ പിടിക്കണം, അതിൻ്റെ കൂടെ നിന്നോടുള്ള ദേഷ്യമൊക്കെ ആയിരുന്നു, ഈ മുറി ഒന്നും ആസ്വദിക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നയനെ പറയാണ് ഈ മുറിയിൽ എന്താ ആവശ്യമായിട്ടാണ് കാണാനുള്ളത്, നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്തുമാത്രം കാണാനുണ്ട്, എൻ്റെ വീട്ടിൽ അങ്ങനെ ഒന്നുമില്ല, ഇത് ഈ കട്ടിൽ കണ്ടില്ലേ, ഇതൊക്കെ എല്ലാം ഒന്ന് അച്ഛൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കട്ടിലുകളൊക്കെയാണ്, ഒന്ന് ശരിക്കും ഇരുന്ന ഒടിഞ്ഞു പോകുന്ന രീതിയിലുള്ള കട്ടിലുകളാന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ലടോ, എന്തായാലും ഈ അമ്മയും അച്ഛനും നന്ദും എല്ലാം കൂടി നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലേ, വിവാഹശേഷം തനിക്ക് ഇങ്ങോട്ട് വരാൻ പോലും സാധിക്കുന്നില്ലല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെന്തായാലും ആദർശേട്ടാ, വിവാഹം കഴിച്ച പെൺകുട്ടികൾക്ക് അതല്ലേ വീട്, സ്വന്തം വീട്, പിന്നീട് അന്യ വീട് മാത്രമാണ്. ഇപ്പം തന്നെ ഞാൻ വന്നപ്പം എന്നോട് അമ്മയച്ഛനും ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ നീ എന്നാ തിരിച്ചു പോണേന്നാ. അങ്ങനെയാ ഓരോ പെൺകുട്ടികളുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. അവരങ്ങനെയൊന്നും കരുതിയിട്ടായിരിക്കില്ല എന്ന് പറയുമ്പോഴേക്കും അതെനിക്കറിയാം ആദർശിട്ടാ, എങ്കിലും സ്വന്തം മക്കളെ കെട്ടിച്ചുവിട്ടതിന് ശേഷം അവർ പിന്നെ അന്യ കുടുംബത്തെ പെൺകുട്ടികളായിട്ട് തന്നെയാണ് സ്വന്തം അമ്മയച്ഛനൊക്കെ കാണുന്നതെന്ന് പറയാൻ കേട്ടോ നയന. അങ്ങനെ ആദർശിനെ നയനെ കാണിക്കുന്നുണ്ട്. അന്നൊന്നും ആദർശിനെ കാണിക്കാൻ സാധിച്ചില്ല, ഇതൊക്കെ എൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോസാന്നൊക്കെ പറഞ്ഞിട്ട് നയന ആൽബമൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നയന ആദർശിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കട്ടിലേക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കാണിക്കുകയാണ് ഇത് കണ്ടോ ആദർശിട്ടാ, ഇതൊക്കെ എനിക്ക് സ്കൂളിൽ വെച്ച് ഡാൻസ് കളിച്ചപ്പോൾ കിട്ടിയ ട്രോഫികളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ട്രോഫികളും അതുപോലെ തന്നെ ആ ഒരു ആൽബത്തിലെ ഫോട്ടോസൊക്കെ ആദർശിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ആ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നോക്കുകയാണ്. ഈ സമയത്ത് ആദർശിനെ മുട്ടിയിരുമിരിക്കുകയാണ് കേട്ടോ നയന. അപ്പം നയനയുടെ ആ ഒരു ടച്ചിങ്സും ആ ഒരു പ്രസൻസൊക്കെ ആദർശ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആദർശ് പതിയെ ഇങ്ങനെ നയനയുടെ തോളിലേക്ക് ഇങ്ങനെ കൈയിടുകയാണ്. എന്നിട്ട് ഇത് കണ്ടോ ആദർശിട്ടാ, ഇതൊക്കെ ഞാൻ കലാതിലകം മേടിച്ചപ്പോൾ ഉള്ളതാന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ നയനെ അറിയാത്ത ഭാവത്തിൽ നയനെ തോളത്തിന് കൈയിട്ട് പതിയെ ഒന്നുകൂടി നീങ്ങി നയനെ മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ നയനെ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഈ സമയത്ത് എന്താ കനകൻ ഡോറിൽ മുട്ടുകയാണ്. മോനെ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ആദർശിനെ കൈയെടുത്ത് മാറ്റുന്നുണ്ട്. ആദർശിനെ ഇരിക്കുക, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയന പോയി കഥ തുറക്കുന്നുണ്ട്. ദാ മോനെ ചായം കൊണ്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് കയറിയോ അമ്മ എന്താ അവിടെ തന്നെ നിൽക്കുന്നു ചോദിക്കുമ്പം അതിനൊന്നും ആവശ്യമില്ല, നിങ്ങളവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് വർത്തമാനം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കനകം കഥവും അടച്ച് ചിരിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും നയനെ ഓർക്കാണ് ഈ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഡ്രൈയുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആദർശിട്ട ചായ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചായയും പലഹാരങ്ങളും എല്ലാം കനകം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ മുറി മുഴുവനും ചുറ്റി ഇങ്ങനെ ആദർശ് നോക്കുന്നുണ്ട് കേട്ടോ. ആ മുറിയിൽ എല്ലാ സ്ഥലത്തും തന്നെ നയന ഇങ്ങനെ വരച്ചിട്ടുള്ള ഡിസൈൻസും മാലയുടെ ഡിസൈൻസും ഡ്രസ്സിൻ്റെ ഡിസൈനുകളും അങ്ങനെ പല പല ഡ്രോയിങ്സ് ഒക്കെ കാണുന്നുണ്ട്. എത്ര വയസ്സൊട്ടാ താൻ ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ നയന പറയാണ് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ വരയ്ക്കായിരുന്നു, ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം 8ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ്, അപ്പോൾ എനിക്ക് ഇതിനോടൊന്ന് കമ്പം തോന്നി എന്ന് പറയുന്നുണ്ട്. +2 ശേഷം പഠിക്കാനൊന്നും പോയില്ല, ഡിസൈനിങ് ആണ് കുറച്ച് നാൾ പഠിച്ചത്. അതിനുശേഷം ആ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യേണ്ടിയും വന്നു. കാരണം ഇവിടുത്തെ അവസ്ഥയൊക്കെ ആവശ്യമുണ്ടെന്ന് അറിയാമല്ലോ, അച്ഛന് സുഖമില്ലാതായപ്പോഴേക്കും എനിക്ക് ഇങ്ങോട്ടേക്ക് ഇവിടുത്തെ എല്ലാ പ്രാരാബ്ദങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നു. നവ്യേച്ചിയുടെ പഠിത്തം, അതുപോലെ തന്നെ നന്ദുവിൻ്റെ പഠിത്തം, പിന്നെ അച്ഛൻ്റെ പ്രശ്നങ്ങളും മരുന്നുകളും എല്ലാം ഏറ്റെടുക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നയന.
അപ്പോൾ ആദർശ് പറയാണ്, തന്നെ ഓർക്കുമ്പം എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. അത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു വീടിൻ്റെ ഭാരം ചുമലേറ്റി അത് നോക്കാന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. പക്ഷേങ്കിൽ അബദ്ധത്തിൽ കൂടി എൻ്റെ ജീവിതത്തിലേക്ക് വന്നെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാനതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെന്ന് ആദർശ് പറയുന്നുണ്ട്. നയന പറയുന്നുണ്ട്, ഇത് മാത്രം മതി എനിക്ക് ജീവിക്കാൻ, ആദർശിനെ എന്നെ അംഗീകരിച്ചല്ലോ, അത് മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ നയനെ ആദർശിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്നായിരിക്കും നന്ദു അങ്ങോട്ടേക്ക് കഥ തുറന്ന് കയറി വരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ആദർശ് നയനെ വിടുമ്പോഴേക്കും, അയ്യോ സോറി, ഞാൻ ഇവിടെ നിങ്ങൾ ഉണ്ടെന്ന് ഓർത്തില്ല, ഇപ്പം ഞാനാണല്ലോ ഇപ്പോൾ ഈ മുറി യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ അറിയാതെ തുറന്നു പോയെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴേക്കും ആദർശ് പറയാണ്, സാരില്ല നന്ദു, നീ ഇങ്ങോട്ട് കയറി വാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ 3 പേരും കൂടി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പലഹാരങ്ങളൊക്കെ എടുത്ത് നന്ദുവിനും കൊടുത്തിട്ട് ആദർശ് പറയുന്നുണ്ട്, നന്ദു പഴയ കാര്യങ്ങളെല്ലാം മറക്കണം, നീ ഇച്ചിരി ഒന്ന് ബോൾഡ് ആവണമെന്ന് പറയുമ്പം എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ആദർശിട്ടാ, ഞാൻ പഴയതുപോലെ കളിക്കാനൊക്കെ പോകുന്നുണ്ട്, എൻ്റെ പരീക്ഷ കഴിയുമ്പോഴേക്കും ഞാൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ താൻ പണ്ടത്തെ പോലെ ആക്റ്റീവ് ഒന്നും അല്ല, താൻ എല്ലാവരും മുമ്പിൽ അഭിനയിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട്. നയനെ പറയാണ്, സംശയമില്ലാതെ അതാണ് സത്യം. അമ്മ എന്നോട് പറഞ്ഞു, അമ്മ അച്ഛനും പറഞ്ഞു, ഇവളെല്ലാവരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര ബോൾഡ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ മനസ്സിന് താളം തെറ്റി കിടക്കുകയാണെന്നും വല്ലാത്തൊരു ഡിപ്രഷൻ മോഡിലാണെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന പറയുന്നുണ്ട്, അനിയും അനാമികയും തമ്മിലും അത്ര നല്ല സ്വരച്ചേർച്ചയിലൊന്നും അല്ല മുമ്പോട്ട് പോകുന്നത്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അനാമിക അങ്ങ് പോവാണ് എന്ന് നയന പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട ചേച്ചി, എനിക്ക് അതൊന്നും കേൾക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, താഴത്തിൽ സില്ലി ആവാതെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് എടുക്കണോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും തന്നെ ചേച്ചിയും കണ്ടില്ലേ, ഇപ്പം നല്ല സ്നേഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, അതുപോലെ തന്നെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഉറപ്പായിട്ടും തന്നെ ജീവിതത്തിലേക്ക് വരുമെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു പറയാണ്, എനിക്കിനി അതുപോലെ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ആദർശിട്ടാ, എനിക്ക് എങ്ങനെ ജോലി മേടിക്കണം, എൻ്റെ അച്ഛനെ സഹായിക്കണം, എൻ്റെ നയനേച്ചി ചെയ്തിരുന്നത് പോലെ ഈ വീടൊക്കെ എനിക്ക് നോക്കണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയാണ്, ഇത്രയും ബോൾഡായി തൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കലും ആരും കരുതിയില്ലടോ, അതാ എല്ലാത്തിനും പ്രശ്നമായത്. തനിക്ക് ഈ ഒരു തൻ്റെ ചേച്ചിയോടെങ്കിലും പറയാൻ പാടില്ലാണെന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ തന്നെ കണ്ടതല്ലേ, 2 ചേച്ചിമാർ തന്നെ അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചു വന്നിട്ട് എന്തുമാത്രം പ്രശ്നങ്ങളും ദുരന്തങ്ങളും ഉണ്ടായത്, അതിനോട് ഞാനും കൂടെ കയറി അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ആദർശേട്ടൻ അറിയാവുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാനും അനിയും ഒന്നും പുറത്തു പറയാതെ മറച്ചു വെച്ചത്. പക്ഷേങ്കിൽ അതിങ്ങനെ പുറത്താവുന്ന ഒരിക്കലും ഞങ്ങൾ കരുതിയില്ല, എല്ലാം ഒപ്പിച്ചത് ആ ജലജപ്പച്ചിയായെന്ന് പറയുന്നുണ്ട്. അപ്പം ആദർശ് പറയാണ്, അവരുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്, എവിടെ കുനിപ്പുണ്ടാക്കാവോ അവിടെ എല്ലാതും ഉണ്ടാക്കാൻ നടക്കുകയാണ് അവരെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി രസകരമായിട്ടുള്ള സ്റ്റോറീസൊക്കെ ഉണ്ട് നമ്മുടെ ചാനൽ എന്നും ഇടുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസിനൊക്കെ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.